ഹായ്, നമസ്കാരമുണ്ട്. ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും നല്ല 10 മാങ്ങകളിൽ എണ്ണപ്പെടുന്നൊരു മാങ്ങയാണ്. ഇതാണ് നാംഡോക്കുമായി. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരം നേടിയൊരു മാങ്ങയാണ് നാംഡോക്കുമായി. നല്ല രീതിയിൽ കായ പിടിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല എല്ലാ കാലാവസ്ഥയ്ക്കും മാച്ച് ചെയ്യുന്ന മാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല മാങ്ങയാണ്, അത്യാവശ്യം മധുരമുണ്ട്. ഏതായാലും നല്ല മാങ്ങയുടെ ഗണത്തിൽപ്പെട്ടൊരു മാങ്ങയാണ്. നല്ല രീതിയിൽ വളരും. നമുക്കൊക്കെ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ മാങ്ങയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ തായ്ലൻഡിൽ പോയി കഴിച്ച മാങ്ങക്ക് ആ മണവും ഗുണവും ആ രുചിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാങ്ങ വേറെ തന്നെ ആയിരുന്നു. കാരണം ഒരു പ്രദേശത്തുണ്ടാകുന്ന മാങ്ങകളുടെ ഓരോ ഇനത്തിനനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ. ഇപ്പം നമുക്കറിയാം സിന്ദൂർഗ്, ദേവഗഡ് ഇതിലൊക്കെ ഉണ്ടാകുന്ന പിന്നെ അൽഫോൺസ് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ കായ്ക്കുന്ന അൽഫോൺസ് നമുക്ക് ആ ഒരു ഗുണനിലവാരം ലഭിക്കില്ല. അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ആരോമ ഒക്കെ ഒന്ന് വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മാങ്ങ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നാംഡോക്കുമായി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ ഇതിന് സൂക്ഷിപ്പ് കാലം കൂടുതലാണ്. ഇത് കൊമേഴ്സ്യൽ രീതിയിൽ എല്ലാവരും കൃഷി ചെയ്യുന്നൊരു മാങ്ങയാണ്. കാരണം ഇത് പഴുത്താലും കുറേ ദിവസങ്ങൾ കേട് വരാതിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാണാൻ നല്ല ഭംഗി. പിന്നെ ഇതിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ, മരമാണെങ്കിൽ നല്ല രീതിയിൽ പിന്നെ വളർച്ചയും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കായ്ക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഈ നാംഡോക്കുമായി കായ്ക്കും. ഇതിൽ നാംഡോക്കുമായി സീത്തോങ് ഉണ്ട്. സീത്തോങ് എന്ന് പറഞ്ഞാൽ അതിനെ നാംഡോക്കുമായി യെല്ലോ, ഗോൾഡ് എന്നൊക്കെ പറയും. അതാണ് പിന്നെ ഒരു ഐറ്റം. പിന്നെ നാംഡോക്കുമായി പിന്നെ ആഷ്4 അഥവാ നമ്മൾ നാംഡോക്കുമായി ഗ്രീൻ. ഏതായാലും ഏത് മാങ്ങ ആവട്ടെ കവറിട്ട് കഴിഞ്ഞാൽ ഇതേ കളർ വരും. ഇപ്പോൾ ഗോൾഡ് പോലെ തോന്നുന്നില്ലേ? ഇത് നാംഡോക്കുമായി ഗ്രീനാണ്. ഇത് കവറിട്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയത്, ഈ ഗോൾഡ് കളർ. അതുപോലെ തന്നെ നാംഡോക്കുമായി തായ്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ആ ഗുണനിലവാരം നമ്മളിവിടെ കായ്ക്കുന്ന നാംഡോക്കുമായിക്ക് ലഭിക്കുന്ന എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് നാംഡോക്കുമായി മോശമാണെന്നുള്ളതല്ല, നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് മാങ്ങയുടെ ഗുണനിലവാരമുള്ളത്. അത് നമുക്കറിയാം. പിന്നെ കേസർ ലോകത്തിലെ എണ്ണപ്പെട്ട മാങ്ങകളിലൊന്നാണ്. ഇന്ത്യയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു മാങ്ങയാണ് കേസർ. അത് ഗീർ താഴ്വരകളിലുള്ള ആ ഭാഗത്ത് കിട്ടുന്ന ഗീർ കേസറിന് ഭൗമസൂചിക പദവി ലഭിച്ചൊരു മാങ്ങയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഗുണനിലവാരമൊന്നും നമ്മളിവിടെ ഉണ്ടാകുന്ന കേസറിന് ലഭിക്കില്ല. അതാണ് ഓരോ പ്രദേശത്തെ കാലാവസ്ഥയും അവിടുത്തെ മണ്ണും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് കിട്ടാത്തത്. അതുകൊണ്ട് നമ്മളിവിടെ രുചി കിട്ടുന്നില്ല എന്ന് കരുതി നാംഡോക്കുമായി മോശം മാങ്ങയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നല്ലൊരു മാങ്ങ തന്നെയാണ്. നല്ല മധുരമുണ്ട്. ഈ മാങ്ങ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, മധുരം ഉണ്ടായതുകൊണ്ട്. ഇനി നമുക്കിത് മുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പം പലപ്പോഴും പലയിടത്തും പോയി കഴിച്ചതുകൊണ്ട് എനിക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് നല്ല മാങ്ങയാണ്. ഇത് കഴിക്കാൻ പോവാണ്. നല്ല ഒരു മധുരമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണ്. പക്ഷേ നമുക്ക് ഈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല മാങ്ങകൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഏത് മാങ്ങ കഴിച്ചാലും നമുക്ക് നമ്മുടെ മാങ്ങകളുടെ അടുത്തൊന്നും എത്തില്ല. പ്രത്യേകിച്ച് താലൂര് മാങ്ങകളൊന്നും ഇന്ത്യൻ മാങ്ങയോട് കിടപിടിക്കുന്നതല്ല. പക്ഷെ കാണാനുള്ള ഭംഗി അത് കാരണങ്ങളെ കൊണ്ടാണ് ഇത് ഇത്ര പ്രചാരം നേടിയത്. ഏതായാലും വളരെ പ്രചാരം നേടിയ മാങ്ങയാണ് നാംഡോക്കുമായി. നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത മാങ്ങയാണ്. വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ സൂപ്പർ മാങ്ങയാണ്. നല്ലൊരു മധുരം, ഒരു പ്രത്യേക മധുരം. പിന്നെ ഫ്ലേവർ, ആരോമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മജീദ് ഉണ്ടെങ്കിൽ മജീദ് ഇത് കഴിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഇത് പറയും. ഞാൻ മജീദ്ക്കാർക്ക് ഒരു കഷ്ണമാണ് മുറിച്ച് വെക്കുന്നത്. മജീദ അത് നോക്കിയിട്ട് കഴിച്ചിട്ടൊന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മജീദ് ഇനിയിപ്പോൾ നാംഡോക്കുമായി കഴിച്ചിട്ട് അഭിപ്രായം പറയും. മജീദ് ഒന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം പറയും. നമുക്കതാണല്ലോ വേണ്ടത്. അപാര മധുരം അല്ലേ? ഒരു പിന്നെ അത് വെച്ചിട്ട് എന്താണ് മാങ്ങക്ക് വലിയ ഫ്ലേവറ് വേറുള്ള മാവിന്റെ നമ്മളെ ഇമാപസന്തോ മല്ലിക കഴിക്കുന്ന ആ രുചി ഒന്നും വന്നിട്ടില്ല. മധുരം നല്ല ഉണ്ട് അല്ലേ? മധുരം നല്ല മധുരം. ഈ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മാങ്ങയാണ്. പിന്നെ നാരുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത് ലോകത്തിലെ നല്ല മാങ്ങകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. അപ്പോൾ ഒരു മോശമില്ലാത്ത മാങ്ങ എന്നുള്ള നമുക്ക് പറയാം. നമുക്ക് നല്ല മാങ്ങ തന്നെയാണ്. ഇതിനുള്ള മെച്ചെന്താണ്, കുഞ്ഞിലെ കായ്ക്കും, 2 പ്രാവശ്യം കായ്ക്കും. പിന്നെ
മാവുമ്പ് പിടിക്കും. പിന്നെ മാവിന് അസുഖങ്ങളൊന്നുമില്ല. കൂടുതൽ പിന്നെ നമ്മള് ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒന്നാം നമ്പർ. കൂടുതൽ കെയർ ചെയ്യാത്തവർക്കൊക്കെ മാവിന് ശ്രദ്ധിക്കാത്തവർക്കൊക്കെ വെച്ച് പോയാലും നന്നായിട്ട് കായ്ക്കും. അസുഖങ്ങൾ അങ്ങനെ ബാധിക്കുന്നില്ല എന്നുള്ള കൊമ്പണക്കം അങ്ങനെയുള്ള പുഴുക്കേട് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ആരാണ് കാണാം. അതൊക്കെ ഒരു മാങ്ങയുടെ ഗുണമായിട്ട് കാണുന്നത്. പിന്നെ അണ്ടി വളരെ കനം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടിക്കോപ്പ വന്ന് ഏകദേശം ഒരു 50 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. വളരെ കനം കുറവാണ്, അല്ല സ്ലിമ്മാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. കാരണം നമ്മൾ മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതലും മാംസളമായ ഭാഗം നമുക്ക് കഴിക്കാനായിട്ട് ലഭിക്കും. ഒരു മാങ്ങയുടെ ഗുണമാണ് അണ്ടി വളരെ കനം കുറഞ്ഞതും മാങ്ങയുടെ മാംസളം കൂടുതലുള്ളതും. ഒരു 600-500 ഗ്രാം ഭാരം വേണമെന്നുള്ളതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നാംഡോക്കുമായി കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല മധുരമുണ്ട്. മധുരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ. പിന്നെ എല്ലാവരും മധുരം വന്നു കഴിഞ്ഞാൽ കുത്തുന്നൊരു മധുരം സഹിക്കാൻ വയ്യ. കാരണം മൂത്ത് പഴുത്തോളാണ് നല്ല മധുരം. അപ്പം ഇന്നാൾ കഴിച്ച ഇത്ര മധുരം തോന്നില്ല, ഇത് നല്ലൊരു മധുരം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മധുരം പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് കുറേ ഗുണങ്ങളുണ്ട് നാംഡോക്കുമായിക്ക്. അപ്പോൾ സാധാരണ ഇത് കൊമേഴ്സ്യൽ രീതിയിൽ കൃഷി ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളുണ്ടായതുകൊണ്ട്. പിന്നെ സൂക്ഷിപ്പുകാലുണ്ട്. ഒരു മാങ്ങ ഏകദേശം ഒരു 400-500 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അണ്ടി ഒരു 50 ഗ്രാമൊക്കെ കാണുള്ളൂ. അപ്പോൾ ഒരു മാങ്ങയ്ക്കുള്ള ഒരു ഗുണനിലവാരമുണ്ട്. പിന്നെ ചെറിയ അണ്ടി കനം കുറഞ്ഞ അണ്ടിയല്ലേ, അണ്ടിയാണ്. അതാണ് മാങ്ങ വെക്കാൻ എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങ. ഇത് ഇതിന്റെ കളർ തന്നെ, കളർ ഭംഗി ഒരു ആരെയും ആകർഷിക്കുന്നു. ഡോട്ട്സ് കാര്യങ്ങളോ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ നമുക്ക് ഇതുകൊണ്ടാണ് ഇത് വിപണി കീഴടക്കിയത്. കാരണം കാണാനുള്ള ഭംഗിയാണ് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ഈ മാങ്ങ സ്വീകരിക്കുന്നതിനൊരു കാരണം. നല്ല മാങ്ങയാണെന്നുള്ളതിന് ഇതാണ് അതിന് കാണാനുള്ള ഭംഗി. പ്രത്യേകിച്ച് തായ്ലൻഡ് മാങ്ങകളൊക്കെ കാണാനുള്ള ഭംഗിയാണ്. ഏതായാലും ഇത് നല്ലൊരു ഇനത്തിൽപ്പെട്ട മാങ്ങയാണ്. പിന്നെ മൊത്തത്തിൽ അഭിപ്രായം ഗ്രീനാണ് കൂടുതൽ കായ പിടിക്കാറുണ്ട്. അത് എനിക്ക് അങ്ങനെ ഒരു ഇല്ല, എല്ലാം നല്ല രീതിയിൽ കായ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നല്ല കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ഏതായാലും നല്ലൊരു മാങ്ങയാണ്, നമുക്ക് പിന്നെ അവഗണിക്കാൻ പറ്റാത്ത മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ നേടിയൊരു മാങ്ങയാണ്. നമ്മളിവിടെ കേരളത്തിലൊക്കെ ഇതിപ്പോൾ നന്നായിട്ട് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഇനാണല്ലോ ഇപ്പം നാംഡോക്കുമായി. അപ്പോൾ അല്ലേ, അപ്പോൾ അതുമല്ല ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മാവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് മാർക്കറ്റ് കീഴടക്കും. മറ്റൊരു മാങ്ങയുടെ വിശേഷമായി വരുന്നവരെ കാത്തിരിക്കാം. ബൈ ബൈ.